പിന്നെ ഇതാരാ? അങ്കിത. 9th അങ്കിതേന്റെ ആണേ. നല്ല രസമായിട്ട് ഗിൽറ്റോണ്ടൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് അമ്മയ്യ 10th വീലുള്ള ഇവിടെ ഹാൻഡ് റൈറ്റിങ്ങിന്റെ ഫാനാണ് ഞാൻ. നല്ല വൃത്തിക്കാ എഴുതാം. നല്ല രസമുണ്ട്. കുറെ ഹാർട്ടൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ 10th ബി ബാച്ച് എന്നാണ് കൊടുത്തത്. ഐ മീൻ 10th ബാച്ച് എന്ന് പറഞ്ഞാൽ കൊടുത്തത്. പക്ഷെ ഇത് ഏത് അധീനയാട്ടോ. ആൻഡ് അവള് നല്ല ഡാൻസറാ. നല്ല രസമുണ്ട് ഇത് വായിക്കാൻ. താങ്ക് യു. പിന്നെ ഒരു സാധനം കാണിച്ചേ. അതെന്താ സംഭവം വെച്ചാൽ ഞാൻ ഇവിടെ ക്ലാസ്സിൽ അല്ലാതെ പോകുമ്പോൾ ഒരു വരച്ചു തന്ന കുറച്ച് കാര്യം വരച്ചു തന്ന ഫോട്ടോസ് ആണ്. അത് ഞാൻ ഫയൽ വെച്ചു. ഇപ്പൊ ഞാൻ അതും ഇവിടെ ഉള്ളപ്പോൾ കാണിച്ചു വെച്ചു. ഇത് കണ്ടോ എന്റെ പുട്ടാന്ന് ഞാൻ തൊട്ട് പുട്ടത് പോലെ വരച്ചിട്ടുണ്ട്. അനുശ്രീ വരച്ചേ. ഞാൻ അതേപോലെ തന്നെ പുട്ട് നോക്കിയിട്ട് പക്ഷേ ഹെയർ ഗവൺമെന്റ് എന്റെ ഹെയർ ഫാൾ മനസ്സിലായത് പോലെ വരച്ചിട്ടുണ്ട്. ഇത് ഹീരനെ വരച്ച ഇവിടെ അത് പുട്ടത് പോലെ ഉണ്ട്. പിന്നെ വേറെ രണ്ട് പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് അഗെയിൻ ഫ്രം ലക്ഷ്മി. അന്ന് അവളെ ക്ലാസ്സിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ രീതിയിൽ ഫോട്ടോ വരച്ചാൽ ഇത് പേര് എഴുതിയില്ല. പക്ഷെ ലക്ഷ്മിന്റെ ഫ്രണ്ട് ആണ് എനിക്കറിയാം. കാരണം രണ്ടാളും ഒന്നിച്ച് വരച്ചത്. ബൈ. യു ഓൾ മീൻസ് എ ലോട്ട് ടു മീ. അയ്യോ നമ്മളൊരു കാര്യം കാണിക്കാൻ വിട്ടുപോയി. എനിക്ക് തന്ന അനിരുദ്ധ. അപ്പം ആ മോൻ ഇതെനിക്ക് തരുമ്പോ ഓൻ പറഞ്ഞു 6th മിസ്സേ ഇത് ഞാൻ പറഞ്ഞ നീ ഒട്ടിക്കൊന്നും എന്റെ സാധനം ആയിരിക്കല്ലോ ടോയ് ആയിരിക്കില്ല. അല്ല ഇത് മിസ്സിനുള്ളതാ, മിസ് എടുത്തോ, മിസ്സിനാ. ഞാൻ ആയിക്കോട്ടെ. എന്നിട്ട് അവൻ പറഞ്ഞു മിസ് ഇത് ഓട്ടിക്കളിക്കണേ. അപ്പൊ ലൈക്ക് എന്ത് ഇന്നസെന്റ് അല്ലെ കുഞ്ഞു മക്കള്. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു ഇതിന്റെ ബാക്കിൽ ഒരു സാധനം ഉണ്ട് മിസ് അത് തുറന്ന് കളിക്കണേന്നൊക്കെ. ഇത് കണ്ടോ. എന്നിട്ട് ഞാൻ പോകുന്ന ടൈമില് ഇവൻ അവിടെ വരെ വന്ന് സ്റ്റാഫ് റൂമിലൊക്കെ വന്നിട്ട് മിസ്സേ ബായ്. അപ്പൊ ഞാൻ പറഞ്ഞാടാ ബായ്. അല്ല മിസ്സെ കാണിച്ചില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ബായ് കാണിച്ചു. അതുമാതിരി ഇശല് അവളെ ഗിഫ്റ്റ് എല്ലാം തന്നിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്ന വരെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു മിസ്സേ എനിക്ക് കാണൂലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഹഗ്ഗൊക്കെ ചെയ്ത് ലൈക്ക് ഓ മെൽറ്റഡ്. ദ തിങ് ഈസ് ഈ 2 months ആയപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യം നോർമലി ഞാൻ എവിടെ നിന്ന് ഇറങ്ങുമ്പോഴും കരയും വിഷമിക്കും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ദിസ് ടൈം എനിക്ക് അങ്ങനെ ഓവർ ഇമോഷൻ വന്നില്ല. കാരണം ഓൾറെഡി അറിയാലോ 2 മാസമാണെന്നുള്ള അറിയായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഒരു ടീച്ചറായിട്ട് റിയൽ ലൈഫിൽ പഠിപ്പിക്കാൻ കയറുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഐ വാണ്ട് ടു സ്റ്റഡി എന്നുള്ള സാധനം. ഇൻ ദ സെൻസ് ഹൗ ടു മാനേജ് എ ക്ലാസ് പ്രോപ്പർലി. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും ഐ ഹാവ് ടു ഗോ ഔട്ട് ഓഫ് ദിസ് എന്നുള്ളൊരു സാധനം മൈൻഡിലുള്ളതുകൊണ്ട് അങ്ങനെ ഇമോഷണൽ ആയില്ലെങ്കിലും ഈ ലവ് ഒക്കെ കണ്ടപ്പോൾ ഇൻ ദ സെൻസ് ഞാൻ കുറേ സ്കോൾഡ് ചെയ്ത കുട്ടികളാ ഇതിൽ ഭൂരിഭാഗം പേര്. അവരൊക്കെ ദ വേ ദേ ലവ്സ് മീ അല്ലെങ്കിൽ പോകുമ്പം പോവാണല്ലേ മാം പോണ്ട അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ടാറ്റ തന്നപ്പോഴും എല്ലാം ലെറ്റർ എഴുതി തന്നപ്പോഴും ഇൻഫാക്ട് ഈ ഗിഫ്റ്റ് എല്ലാം തന്നപ്പോഴും ഇതൊക്കെ എന്താ മീൻസ് എ ലോട്ട് ടു മീ. ആൻഡ് ഐ വിൽ എന്താ പറയാ I will treasure this for a lifetime. So, dear KV students, I love you all a lot. So, thank you so much. And in fact, ഞാൻ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി ഫോർ ദാറ്റ്. So, that's it. Bye from Gauri.